ഇത് ഹരിയെ എനിക്ക് വിട്ടുതരുന്നതിന്റെ ആദ്യത്തെ പ്രതിഫലം. ഇനിയും ഞാൻ നിനക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഞാൻ വാക്ക് മാറില്ല. ഞാനൊരിക്കലും ആ മനുഷ്യനെ മോഹിച്ചിട്ടുമില്ല. എന്നും അയാളെ നിങ്ങൾക്കുള്ളത്. നിന്റെ സ്റ്റേ ഓർഡറിനുള്ള മറുപടി അധികം വൈകാതെ ഞാൻ നിനക്ക് എത്തിച്ചു തരാം. അമ്മാവൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടിക്കാലത്ത് നിന്റെ കോവില്, അവിടെ ഞാൻ എന്തായാലും ഫാക്ടറിയുടെ ടോയ്ലറ്റ് തന്നെ ഉണ്ടാക്കും. നീ നിന്റെ നെഞ്ചിലിട്ട് കൊണ്ടു നടക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി തൊഴിലാളികൾക്ക് കുഴിക്കക്കൂസ് കെട്ടിക്കൊടുക്കും ഞാൻ. ഇനി ഞാനൊരു വരവ് വരും, ഇവിടെയുള്ള സകലതും പിഴുതെറിയാൻ. നിനക്ക് പ്രിയപ്പെട്ടത് സകലതും വെട്ടിമാറ്റാം. ചടങ്ങ് കഴിയുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാലോ. ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ കാണുന്നു. എടാ, ഇതെന്തൊക്കെയാ നടക്കുന്നേ? ഓരോരോ ചടങ്ങുകൾ. ചടങ്ങിന്റെ കാര്യമല്ല. അവളെന്തിനാ ഈ വീട്ടിനകത്ത് കയറിയത്? ആ സംയുക്ത ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം നടിച്ച് കൂടിയിരിക്കുക. അമ്മാവനാണെങ്കിൽ അവളുടെ പെരുമാറ്റം ഒന്നും തിരിച്ചറിയുന്നില്ല. വീണയാണെങ്കിൽ എന്റെ ഏത് ശത്രുവിനെ കിട്ടിയാലും സ്വീകരിക്കുമല്ലോ. ഇത് അപകടമാണ് ഹരി. എത്രയും പെട്ടെന്ന് ഇത് വിലക്കണം. വേണം. അതിനുള്ള മാർഗങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടുവള്ളി ചുറ്റുന്നത് പോലെ അവൾ ചുറ്റി പിടിച്ചിരിക്കുക. പടർന്നു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. ഈ വീട്ടിൽ വരാൻ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയാം, നട്ടലുള്ള ഒരുത്തൻ്റെ വീട് ഇത്. ഇതെൻ്റെ അഭിനന്ദനമാണ്, സംശയിക്കൊന്നും വേണ്ട. അമ്മേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? എനിക്കറിയാം അമ്മയ്ക്കിപ്പോ ഭഗവാനോട് പരാതി പറയാനുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിച്ചതിന് നന്ദിയും പറയാനുണ്ട്. അമ്മയുടെ സങ്കടമൊക്കെ മാറിയോ? അവൾ അങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ വിശ്വസിക്കാതെ പിന്നെ എങ്ങനെയാ മോള്? അവള് തെറ്റൊന്നും ചെയ്യില്ലമ്മേ. അവള് അമ്മ പറയുന്ന വാക്കിന്റെ അർത്ഥവും ആഴമൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കും. ഇനി ഇതുപോലുള്ള ഏത് സിറ്റുവേഷനിൽ പോയാലും അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖമായിരിക്കും. ആശ്വസിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. പിന്നെ അല്ലാതെ അമ്മ തളർന്നിരിക്കുന്നത് കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ?
അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാ എനിക്ക് ജീവിക്കാനുള്ള കൊതി തന്നെ ഉണ്ടാവുന്നത്. ജ്യോതി ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല. അമ്മയെക്കുറിച്ച് തന്നെയാ അവൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം, ഞാൻ ആശ്വസിപ്പിച്ചിട്ടാ പോകുന്നത്. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം മോളെ. ഇനിയുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം. എന്ന് എണീറ്റ് വാ അമ്മേ. നമുക്കിതൊക്കെ മനസ്സിൽ നിന്ന് കഴുകി തുടച്ചങ്ങ് കളയാം. എന്നിട്ട് എന്റെ അമ്മയൊന്ന് ചിരിച്ചേ. എന്റെ തണല, അത് വാടാതെ നോക്കണ്ടേ ഞാൻ. ഹായ്. ഉം? എന്ത് പറ്റി? പേടിച്ചോ? ഈ നാട്ടില് ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ഞാൻ കണ്ടെത്തി. പാടത്തിനക്കരെയുള്ള ശ്രീരാമക്ഷേത്രം. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഹരി പോയിരിക്കുന്ന സ്ഥലം അതാണല്ലോ. ഞാൻ അങ്ങോട്ട് പോവാം. ഹരി വരുമല്ലോ. എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോ ഈ നാട്ടിലെ ഭൂമിയുടെ കാര്യത്തില് തീരുമാനെടുക്കണ്ടേ? അതിനിവിടെ നിയമങ്ങളുണ്ട്. പാടത്ത് പണിയെടുക്കുന്നവർക്ക് ചങ്കൂറ്റമുണ്ട്. നിന്നോട് രഹസ്യമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. വാശി കാണിക്കരുത്. ഹരി വരണം. വന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഹരിയുടെ നിലപാട് ഹരി എടുത്തോളൂ. ദാ, എന്താ ഇത്? എന്റെ ഒരു പ്രസന്റാ, ഒരു ഷർട്ട്. ഇത് ഹരിക്ക് വേണ്ടി വാങ്ങിയതാ. അർഹതയില്ലാത്തത് എത്ര ചെറുതായാലും വലുതായാലും ഞാൻ സ്വീകരിക്കാറില്ല. ഇത് ഒരു പ്രസന്റ് അല്ലേ? ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തരുന്നതല്ലേ? പിന്നെന്താ? ഇതിട്ടിട്ട് വേണം ഹരി എന്നെ കാണാൻ വരാൻ. ഇത് പിടിക്ക്. പിടിക്ക്. ഹരി വരും. എനിക്ക് ഹരിയെ വിശ്വാസാ.
എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഈ നിറം ഹരിക്ക് നന്നായി ചേരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ നാട്ടിലെ കൃഷിയിടങ്ങളെ പറ്റിയാ. അതുകൊണ്ടാ നീ തന്ന ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വന്നത്. എൻ്റെ നാടിന് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ. ഹരിക്കൊരൊറ്റ ആവശ്യമുള്ളൂ, ഈ നാടിന്റെ മണ്ണ്, ഈ നാട്ടിലെ കൃഷി. പക്ഷേ പകരം എന്റെ ആവശ്യങ്ങൾ എന്താന്ന് ഹരി ചോദിച്ചില്ലല്ലോ. നിനക്ക് എന്താ വേണ്ടത്? ലുക്ക് ഹരി, കുറെ കാലമായി ആർക്കും തകർക്കാനാവാത്ത ഒരു കോട്ടയ്ക്കകത്തായിരുന്നു ഞാൻ. എന്റെ ചങ്കൂറ്റം കൊണ്ടും തന്റെ ഇടം കൊണ്ടും ഞാൻ കെട്ടുയർത്തിയ കോട്ടയ്ക്കകത്ത്. അത് തകർക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. എന്തിന്, അതിന്റെ മുമ്പിൽ വന്നു നിന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും ചങ്കൂറ്റമുള്ള ഒരുത്തനെ ഞാൻ കണ്ടില്ല. പക്ഷേ ഇപ്പൊ ആ കോട്ട തകർന്നു. സാംസനെ നേർക്ക് നേരെ നിന്ന് തോൽപ്പിച്ച് ആണൊരുത്തൻ ആ കോട്ട ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി. That's you. എനിക്കൊരാളെ അംഗീകരിക്കാൻ തോന്നുക അത് നിസ്സാര കാര്യമല്ല. എന്റെ വായിൽ നിന്നും ഒരു നല്ല വാക്കിനു വേണ്ടി എന്റെ കൊളീഗ്സ്, എന്റെ പാർട്ട്നേഴ്സ്, ബിസിനസ് ഗ്രൂപ്പിലെ വമ്പന്മാർ എല്ലാവരും കാതോർത്തിരിക്കും. പക്ഷേ അങ്ങനെ ഒരാളും കേട്ടിട്ടില്ല, എക്സെപ്റ്റ് യു. സംയുക്ത മേനോന്റെ അഹങ്കാരങ്ങൾ തകർത്തത് നീ. എന്റെ മനസ്സിലെ കോട്ട പൊളിച്ച് അകത്ത് വന്നതും നീ. സംയുക്ത മേനോനെ കുറിച്ചുള്ള വീരകഥകൾ കേൾക്കാൻ എനിക്ക് നേരവുമില്ല, താല്പര്യവുമില്ല. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ വെയിറ്റ്. എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതത്തിലെ നിർണായക കാര്യ. എനിക്കിപ്പോ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു പുരുഷനോട് ക്രഷ് തോന്നി. ക്രഷല്ല, പ്രണയം. ഹരിയെ എനിക്കിഷ്ടോ. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഹരി എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി. പണ്ട് ഭൂമിയിൽ മുനിവര്യന്മാർ തപസ് ചെയ്യുമ്പോൾ സ്വന്തം സ്ഥാനം നഷ്ടമാവൂന്ന് പേടിച്ച് ദേവേന്ദ്രൻ അപ്സര കന്യകമാരെ അവർക്ക് മുന്നിൽ അയക്കും. ആടിയും പാടിയും കൊഞ്ചിയും കുഴഞ്ഞും ലക്ഷ്യത്തിൽ നിന്നും ആ മഹാമുനിമാരെ പിന്തിരിപ്പിക്കും. ഇവിടെ പകരം ആരെയും തിരഞ്ഞെടുക്കാതെ ഒരു അപ്സരസായിട്ട് നീ തന്നെ ഇറങ്ങിയിരിക്കുകയാണോ എന്റെ മുന്നിൽ? നീ എന്താ ഈ നാട്ടിലെ ആണുങ്ങളെ കുറിച്ച് കരുതിയിരിക്കുന്നത്? തൊലി വെളുപ്പും അല്പം സ്റ്റൈലിഷ് ആണെന്നൊരു തോന്നലും വെച്ച് ഇവിടെ ഉള്ളവരുടെ മനസ്സിളക്കാന്നോ? അത് നീ പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഉള്ളവർക്ക് നിന്നെ പോലെയുള്ളവളെ നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായൊരു ധാരണയുള്ളവര്. അതായത് ഈ ഞാനടക്കമുള്ള ഇവിടുത്തെ ആൺകൂട്ടം. ഹരി തെറ്റിദ്ധരിച്ചു. ഇത് ഞാനിവിടെ കാണിക്കുന്ന ഒരു ആവേശമല്ല. ഇത് ഹരി ചതിക്കാനുമല്ല. ഐ റിയലി മീൻ ഇറ്റ്. നിർത്തടി. ഞാനേ ഒരു ഭർത്താവാ. ആരുടെ? വീണയും ഹരിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
വീണിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളല്ലാന്നും അറിയാം. പിന്നെന്താ ഭർത്താവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? വീണ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് കുറച്ചിലാണെന്ന്, അവൾ കറുപ്പാണെന്ന്. എന്നിട്ടും എന്തിനാ അങ്ങനെ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്? വീണയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹരിക്ക് എന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഹരിയുടെ ഈ ഗ്രാമത്തിൽ എന്റെ കമ്പനി ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്.